പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ സഹനശക്തിയുടെ കാര്യങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും ഉടമ്പടി ഒന്ന് ഉടക്കി നിൽക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾ അതോടുകൂടി ഡൗൺ ആകരുത്. പ്രാർത്ഥന കുറച്ച്, സൽപ്രവൃത്തികൾ കുറച്ച്, കുർബാന കുറച്ച്, ആൾക്കാരോട് സംസാരിക്കുന്ന കുറച്ച്, ഇങ്ങനെ പിന്നെ നിങ്ങളിലേക്ക് തന്നെ ഒരു പരാജിത പിൻവലിയുന്ന രീതിയിൽ വന്നാൽ ഒരു കുഴപ്പമുണ്ട്. നാളെ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ട് വരും. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ ഈ നെഗറ്റീവ് മാർക്ക് കൗണ്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പരീക്ഷയ്ക്കൊക്കെ കറുപ്പിക്കത്തില്ലേ നിങ്ങളെ? പരീക്ഷയ്ക്ക് തെറ്റ് നമ്മൾ ശരി കറുപ്പിക്കാൻ വേണ്ടി പറയത്തില്ലേ? അപ്പോഴെന്നാ സംഭവിക്കണം? ചില സമയത്ത് ഡാർക്കൻ ചെയ്യുമ്പോൾ ആ ഡാർക്കൻ ചെയ്യണത് തെറ്റാണെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടത്തില്ല. പക്ഷേ ആധ്യാത്മികതയിൽ അങ്ങനെയല്ല. ദൈവത്തോട്, സത്യമായ ദൈവത്തോടാണ് ഇടപെടുന്ന കാരണം നിങ്ങൾ ഡാർക്കൻ ചിന്തിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാതിരിക്കണമല്ല, നെഗറ്റീവ് മാർക്ക് വരും അവിടെ. എൻ്റെ അമ്മ ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് കേട്ടോ. അതായത് നിങ്ങൾ ദൈവത്തോടല്ലേ കളി കളിക്കണത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സംഭവത്തിലാണ് ദൈവമായിട്ട് ഇടപെടുന്നത്? നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത് മൂന്ന് അവസ്ഥകളിലേ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ വിശ്വാസം, അല്ലെങ്കിൽ ഫെയ്ത്ത്, ഹോപ്പ്, പ്രത്യാശ, അല്ലെങ്കിൽ ദൈവസ്നേഹം. ഈ 3 പുണ്യങ്ങൾ വെച്ചുകൊണ്ടേ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എവിടെയെങ്കിലും ഒരെണ്ണത്തിൻ്റെ പമ്മിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിശ്വാസം കുറവാണെന്നാണ്, അല്ലെങ്കിൽ പ്രത്യാശ കുറവാണെന്നാണ്. ഏറ്റവും പ്രശ്നം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യാത്ത വല്ല പ്രശ്നം നെഗറ്റീവായിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്നു. പിന്നെ ഇത് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഇത്രയും നാൾ ഞാൻ ദൈവത്തോടുകൂടി ജീവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്, ദൈവത്തോട് ഇടപെട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും സങ്കീർണം കാര്യം. അത് ഒന്നാമതൊരു ബുദ്ധിപരമായ ഒരു ഏർപ്പാടാണ്. അവിടെ ഇമോഷൻസിനൊന്നും നമ്മുടെ ഈ കരിഞ്ഞ കണ്ണീരും അതുപോലെ തന്നെ കുറേ തരത്തിലുള്ള പാരവശ്യങ്ങൾക്കൊന്നും ദൈവത്തിൻ്റെ ദൃശ്യം ഒരു വിലയുമില്ല. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം ഈ കണ്ണീരൊക്കെ ചുമ്മാ കള്ളത്തരവാണെന്നും ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം ഒരു അഭിനയമാണെന്നൊക്കെ ദൈവത്തിന് അറിയാം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എന്ത് സംഭവമാണെങ്കിലും സത്യസന്ധമായിരിക്കണം കർത്തൃസന്നിധിയിൽ. ഇപ്പം ചില സമയത്തൊരു സഹനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ വിശ്വാസത്തെ ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ഞങ്ങൾ ഉടമ്പടിക്കാലത്ത് എബ്രായ ലേഖനം 10:36 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിച്ച സഹനശക്തി ആവശ്യമായി വരുമ്പോഴേ അത്തരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കൃപ നൽകണമേ. ഇതിനകത്ത് വരുന്നൊരു വിഷയം എബ്രാഹമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. എബ്രാഹാം സബ്ജക്റ്റ് ആകുമ്പോൾ എബ്രാഹത്തിൻ്റെ കാലത്തും ഇതുപോലെയുള്ള പലതരത്തിലുള്ള സഹന സാഹചര്യങ്ങളുണ്ട്. എബ്രാഹത്തിൻ്റെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സഹന സാഹചര്യം ആരാ? സാറാ തന്നെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത് അവർ മാത്രമാണ്. അവർക്ക് മാത്രമേ ചിരിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും അത്രയും വിടക്ക് കേട്ട സ്ത്രീയാണത്. അവർക്ക് കാറ്റഗിസം ഇല്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ മുഖത്ത് വല്ലവരും ചിരിക്കുക. അപ്പം അവർക്ക് അതിനകത്ത് വിശ്വാസമില്ല. ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിൽ തന്നെയും ഇതുപോലെ ഒരു ചിരി എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. സംഭവം കേൾക്കുമ്പോൾ ഇതൊക്കാൻ പോണ എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ധരിക്കും. സംഭവം കേൾക്കുമ്പോൾ ഇതൊക്കാൻ പോണ, ഇത് എങ്ങനെ വെക്കും എന്ന് നിങ്ങൾ തന്നെ
സ്വന്തമായിട്ട് ധരിക്കും. അതിനാണ് ചിരി, സാറായുടെ ചിരി എന്ന് പറയുന്നത്. ഈ സാറായുടെ ചിരിയുമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങളെ സമീപിക്കണമെങ്കിൽ അത് തന്നെ സംഭവിക്കും. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് സത്യസന്ധമാണോ എൻ്റെ വിശ്വാസം എന്ന് ധ്യാനാത്മകമായി ആത്മശോധന ചെയ്യേണ്ടതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തെ കുറച്ചും കൂടി അങ്ങയുടെ തിരുസന്നിധിയിലെ സ്വീകാര്യമാക്കുവാൻ നിന്റെ വിശ്വാസത്തെ പുനഃക്രമീകരിക്കണമേ. ഞങ്ങളുടെ അവിശ്വാസത്തെ പരിഹരിച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നമുക്ക് ഈ ചൂണ്ട ഇട്ടിട്ട് ചില ആൾക്കാർ ഈ സന്ധ്യയാകുമ്പോഴൊക്കെ ചില കുഞ്ഞു മീനിനെയൊക്കെ കോർത്ത് ചൂണ്ടയിട്ടിട്ട് എന്താ പുഴയിലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് പോരും അല്ലേ. എന്നിട്ട് പിറ്റേ ദിവസം പോയി ചൂണ്ടയെ കൊളുത്തിയിട്ടുണ്ടെന്ന് നോക്കും. ഇങ്ങനെ ചില ആൾക്കാർ ഉടമ്പടി ചെയ്യുന്നുണ്ട്. ചൂണ്ടക്കാർ ചുമ്മാ ദൈവമായിട്ടൊരു ഉടമ്പടി ചെയ്തിട്ടേക്കും. എന്നിട്ട് പിന്നെ അവർക്കിഷ്ടമുള്ള പോലെ അവർ ജീവിക്കും. മാറിക്കിടന്നുറങ്ങുകയെ പഴയ പോലെ തോന്നിയ മാസമായിട്ട് ജീവിക്കുക ചെയ്തു. ഇത് ഇടയ്ക്ക് പോയി കൊത്തിയിട്ടുണ്ടെന്ന് നോക്കും. ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ ഇരിക്കുന്നത് ഒരു 50% ആൾക്കാർ ഈ ടൈപ്പാണ്, ചൂണ്ടക്കാരാണ്, ഉടമ്പടി ചൂണ്ടക്കാർ. എന്നുവെച്ചാൽ കരിക്കലിന് വന്നിട്ട്, അതായത് ഞങ്ങളുടെ നാടൊക്കെ കരിക്കലെന്ന് പറയണത് ഈ സന്ധ്യയ്ക്ക് ഉള്ള സമയത്തിനാണ്. വന്നിട്ട് ഒരു ചെമ്മിനെ എന്തെങ്കിലും കോർത്ത് ചൂണ്ടയിട്ടും പുഴയിലിട്ടും പോരും. എന്നിട്ട് നമ്മൾ വെളുപ്പിനെ ചെന്നിട്ട് ചൂണ്ട വരച്ചിട്ട് മീൻ കൊത്തിയിട്ടുണ്ടെന്ന് നോക്കും. ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന അണ്ണന്മാർ പകുതിയോളം ഈ ടൈപ്പ് പാർട്ടിയാണ്, ചൂണ്ടക്കാരാണ്. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ ഒരു ഉടമ്പടി നമ്മൾ സംഭവം എടുത്തതിന് ശേഷം പിന്നീട് അവരതിന്മേലൊന്നും ചെയ്യത്തില്ല. ആ ഉടമ്പടിയുടെ യാതൊരു നിബന്ധനകളും നോക്കത്തില്ല. നിബന്ധനകളല്ല ഉടമ്പടിയുടെ ആത്മാവെന്ന് പറയണത്. ഉടമ്പടി ആത്മാവെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ആത്മാർത്ഥമായ ആന്തരികമായ ബന്ധമാണ്. ഈ ബന്ധം ഒരിക്കലും കട്ടയിലാകാതെ വളരെ സൂക്ഷ്മതയോടെ സ്നേഹോഷ്മളമായി സമർപ്പണത്തോടെ കൊണ്ടുപോയി പുരോഗമിപ്പിക്കേണ്ടതാണ്. അല്ലാതെ ഇവിടെ ചൂണ്ടക്കാരെ പോലെ കൊണ്ട് ഇരയിട്ട് പുഴയിട്ടിട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വന്നിട്ട് കൊത്തിയിട്ടുണ്ടാ, ജയിച്ചിട്ടുണ്ടാ, ഓഫർ ലെറ്റർ വന്നാൽ, വിസ വന്നാൽ എന്നൊക്കെ നോക്കത്തില്ലേ. ഇതുപോലുള്ള പ്രാക്കുപെട്ടവർ ഒരു കാരണവശാലും ഉടമ്പടി എടുക്കരുത്. കാര്യം വെച്ചാൽ നിങ്ങളെന്ത് തെറ്റിദ്ധരിച്ച് നിങ്ങൾക്കൊരിക്കലും വരാൻ യോഗ്യതയില്ലാത്തൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ദൈവത്തിനെ പരീക്ഷിക്കാൻ പിശാചിന് മറ്റൊരു അവതാരമായിട്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടി ദൈവത്തെ പ്രീണിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ട് അതിന്റെ ഫലത്തെ വേണ്ടി ഫലം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്താ പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയം. ഇപ്പോൾ തന്നെ എഫേസ്യസ് ലേഖനം എന്താ പറയണത്? അവിടുന്ന് വിശുദ്ധർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തെ മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോഴേ പ്രത്യാശയുടെ സോഴ്സ് അതാണ്. ഉടമ്പടി പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ പ്രത്യാശയുടെ സോഴ്സ് എബ്രാഹത്തിൽ എന്താണ് ഉണ്ടായത്? എഫേസ്യസ് 1:18 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. എഫേസ്യസ് 1:18
ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. 25 വർഷം കഴിഞ്ഞിട്ട് എബ്രാഹിം പിടിച്ചു നിന്നു, സാറ പിടിച്ചു നിന്നില്ല. സാറ ഹാഗറിനെ പ്രാപിച്ച് മക്കളുണ്ടാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ലോത്തിൻ്റെ ആൾക്കാർ നമ്മുടെ വസ്തു അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞ്. ലോത്തിന് പേടിയായിരുന്നു, ഇളയപ്പൻ്റെ മകനാണെങ്കിലും സാറായ്ക്ക് പേടിയായിരുന്നു. എബ്രാഹിം മരിച്ചു പോയാൽ ഇവിടെ സ്വത്തെല്ലാം ലോത്തും ആൾക്കാരെ അടിച്ചു മാറ്റുന്നത്. അതുകൊണ്ട് എബ്രാഹിത്തിനെ പെരുകേറ്റി ഹാഗറിൽ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാൻ സാറ എപ്പോഴും എബ്രാഹിത്തിനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ സാറയുടെ വർത്തമാനം കേട്ടിട്ട് എബ്രാഹിമിൻ്റെ അടുത്ത് വശംവദനായെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ എന്നാലും എബ്രാഹിത്തിൻ്റെ ഫെയ്ത്തിൽ വ്യത്യാസം വന്നില്ല. ആ മനുഷ്യൻ അപ്പോഴും തനിക്ക് നൽകാൻ പോകുന്ന മഹത്വത്തിൻ്റെ സമ്പൂർണ്ണതയെക്കുറിച്ച് ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കപ്പെട്ടവനായി 25 കൊല്ലം കഴിഞ്ഞും ദൈവം അദ്ദേഹത്തോട് ചെയ്ത വാഗ്ദാനങ്ങളിലെ അദ്ദേഹം അവകാശമാകാൻ വേണ്ടി നോക്കി പാർത്ത്. അവകാശബോധം അയാൾക്ക് നഷ്ടപ്പെട്ടില്ല. നമുക്ക് പരക്കം വരണത് ഒരു ടൈം കഴിയുമ്പോൾ അവകാശബോധം പോകും. മനസ്സിലായില്ലേ? അവകാശബോധം കരുത് ഉടമ്പടി വർക്ക് ചെയ്യണത് അവകാശത്തിലല്ലേ. അപ്പോൾ ഒരു ടൈം കഴിയുമ്പോൾ ടൈം ഇങ്ങനെ ലാഗ് ചെയ്ത് പോവുകയാണെങ്കിൽ അവകാശബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം ഉടമ്പടി വാഗ്ദാനങ്ങളിലാണ് വർക്ക് ചെയ്യണത്. വാഗ്ദാനം അവകാശമാണ്. കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ.